വിശ്വാസികൾ കാത്തിരുന്ന വിവരം എത്തിയിരിക്കുകയാണ്. സംസ്ഥാനത്ത് നാളെയാണ് ചെറിയ പെരുന്നാൾ. കേരളത്തിൽ മാസപ്പിറ കണ്ടതായി വിവിധ മതപണ്ഡിതരുടെ സ്ഥിരീകരണവും എത്തിയിട്ടുണ്ട്. വല്ലതും മിച്ചമുണ്ടെങ്കിൽ ഒരാൾക്ക് 3 ലിറ്റർ 200 മില്ലി എന്ന തോതിൽ ഏകദേശം 3 കിലോ ഇവിടെ ലിറ്റർ അടിസ്ഥാനത്തിലാണ് പരിഗണിക്കേണ്ടത്. ഫിത്ർ സക്കാത്ത് ജുമാ പെരുന്നാൾ നിസ്കാരം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ കൊടുക്കലാണ് ഏറ്റവും അത്യുത്തമം. നാളെ സൂര്യാസ്തമയത്തിൻ്റെ മുമ്പ് കൊടുത്തു വീട്ടൽ നിർബന്ധമാണ്. ഈ പെരുന്നാളിന് നിസ്കാരങ്ങൾ പള്ളികളിൽ എല്ലാവരും നിറഞ്ഞിരിക്കണം. പെരുന്നാൾ നിസ്കാരവും ഖുത്ബയും കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള പ്രഭാഷണത്തിൽ ഏറ്റവും കൂടുതൽ ബോധവൽക്കരണം നടത്തേണ്ടത് ലഹരിക്കെതിരെ ആയിരിക്കണം. ലഹരി അത് ഈ മാസം ആചരിച്ച അനുഷ്ഠിച്ച തൻ്റെ ആത്മവിശുദ്ധി കാത്തു സൂക്ഷിക്കുമെന്നും ടൂറുകൾ വേണം, പക്ഷേ ടൂറുകൾ ആഭാസമാവരുത്, ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ചാവരുത്, ഒരു കാരണവശാലും ലൈസൻസ് ഇല്ലാതെ വണ്ടി വിടരുത്, 3 മുതൽ കൂടുതൽ ആളുകൾ പോകരുത്, ട്രാഫിക് അപകടങ്ങൾ എല്ലാ ആഘോഷങ്ങളും കേൾക്കാറുണ്ട്. ഈ പെരുന്നാളിന് പുതുപുത്തൻ ഉടുപ്പ് ധരിക്കുമ്പോൾ എൻ്റെ മനസ്സ് പുതുപുത്തനാവണം, എൻ്റെ ഹൃദയം സംശുദ്ധമാവണം. എല്ലാവരും ഒത്തൊരുമയോടെ ഒരു വിദ്വേഷവും വൈരാഗ്യവും വെറുപ്പും ആരോടും ഇല്ലെന്ന് പ്രതിജ്ഞ ചെയ്ത് മതസൗഹാർദ്ദവും സാഹോദര്യവും ഒത്തൊരുമയും കൂട്ടായ്മയും ഊട്ടിയുറപ്പിച്ചുകൊണ്ട് കുടുംബ ബന്ധം ശക്തിപ്പെടുത്തുക. പ്രത്യേകിച്ച് മാതൃവന്ദനം, പിതൃവന്ദനം, ഗുരുവന്ദനം അത് നമ്മുടെ അടിസ്ഥാന വിജയത്തിൻ്റെ കാരണങ്ങളാണ്. നമ്മുടെ നാട്ടിലുള്ള ദുർബലരെയും അശരണരെയും പരമാവധി സഹായിക്കുക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. സംസ്ഥാനത്ത് നാളെയാണ് ചെറിയ പെരുന്നാൾ. ഖലീൽ ബുഖാരി തങ്ങൾ പ്രഖ്യാപിക്കുകയായിരുന്നു. ഒപ്പം ഈ ചെറിയ പെരുന്നാൾ വേളയിൽ വിശ്വാസി സമൂഹത്തോട് അദ്ദേഹം സന്ദേശവും കൂടി നൽകുകയായിരുന്നു. നമുക്ക് വിവിധ ഇടങ്ങളിലേക്ക് പോകാം. ആദ്യം തലസ്ഥാനത്ത് നിന്നും ജിബിൻ JB നമ്മളോടൊപ്പം ചെയ്യുന്നുണ്ട്. ജിബിൻ, വിശ്വാസി സമൂഹം കാത്തിരുന്നത് ഈ ഒരു അറിയിപ്പിന് വേണ്ടിയാണ്. സ്ഥിരീകരണം എത്തിയിരിക്കുന്നു. നാളെയാണ് ചെറിയ പെരുന്നാൾ. എങ്ങനെയാണ് വിശ്വാസി സമൂഹം ഏറ്റെടുക്കുന്നത്? പറയൂ വിവരങ്ങൾ. എവിടെയാണിപ്പോൾ? പൂജ, ഞാനിപ്പോൾ നിൽക്കുന്നത് പാളയം പള്ളിയിലാണ്. പാളയം ഇമാമാണ് ഇപ്പോൾ നാളെയാണ് ഷവ്വാൽ മാസപ്പിറ കണ്ടു. സംസ്ഥാനത്ത് നാളെ ചെറിയ പെരുന്നാളാണ് എന്നുള്ള വിവരം അറിയിച്ചത് പാളയം ഇമാമായിട്ടുള്ള VP കളാണ്. കഴിഞ്ഞ കുറച്ച് ദിവസം ഏകദേശം 29 ദിവസത്തെ നോമ്പാചരണത്തിന് ശേഷമാണ് ഇന്നിപ്പോൾ ഷവ്വാൽ പിറ കണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി നാളെ ഇവിടെ ചെറിയ പെരുന്നാളിൻ്റെ ഭാഗമായിട്ട് നമസ്കാരം ഉണ്ടാകും. ഇവിടെ ചന്ദ്രശേഖർ സ്റ്റേഡിയത്തിലാണ് അതിനുള്ള സജ്ജീകരണം ഒരുക്കിയിട്ടുള്ളത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് സക്കാത്തിനുള്ള സൗകര്യങ്ങൾ പാളയം പള്ളിയുടെ ഭാഗമായിട്ട് തന്നെയുണ്ട്. പ്രധാനമായി 2 ചടങ്ങുകളായിരിക്കും നാളെ ഉണ്ടാകുക. അതിലൊന്നാണ് നേരത്തെ പറഞ്ഞതുപോലെയുള്ള നമസ്കാരം, എല്ലാവരും ഒത്തുചേർന്ന് കൊണ്ടുള്ള ആ നമസ്കാരം. അതിന് ശേഷമുള്ള സക്കാത്ത് ചടങ്ങുകൾ നാളെയായിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുക. എന്തായാലും തിരുവനന്തപുരത്ത് ഇപ്പോൾ മാസപ്പിറവി ആദ്യമായി കണ്ടിരിക്കുന്നത് ഈ പാളയം പള്ളിയുടെ തന്നെ ഭാഗമായിട്ടുള്ള നന്ദൻകോട് പള്ളിയിലാണ്. നന്ദൻകോട് പള്ളിയുടെ മുകൾ വശത്താണ് ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഈ മാസപ്പിറവി കണ്ടിരിക്കുന്നത്. മാസപ്പിറവി കാണുന്നതിന് വേണ്ടിയിട്ട് പല ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് വർക്കല, പെരുമാതുറ, വലിയതുറ, ഭീമപ്പള്ളി, വിഴിഞ്ഞം ഭാഗങ്ങളിൽ ഇമാമിൻ്റെ നേതൃത്വത്തിൽ പല ആളുകളെയും ഈ ഭാഗങ്ങളിൽ തീരദേശ പ്രദേശങ്ങളിൽ ഏർപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ മാസപ്പിറവി കണ്ടിരിക്കുന്നത് സിറ്റിയിൽ തന്നെയാണ്. നന്ദൻകോട് പള്ളിയുടെ മുകൾ വശത്താണ് മാസപ്പിറവി കണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും പാളയം ഇമാമിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നാളെ ചെറിയ പെരുന്നാളാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇപ്പോൾ ഒരു അറിയിപ്പ് ലഭിച്ചിരിക്കുകയാണ്. പൂജ, ശരി. പാളയത്ത് നിന്നും ജിബിൻ JB ആണ് നമ്മളെടുത്ത കാര്യങ്ങൾ സംസാരിച്ചത്. ഇനി നേരെ കോഴിക്കോട്ടേക്ക് പോവുകയാണ്. കോഴിക്കോട് നിന്നും ഇംതിയാസ് കരീമാണ് വിവരങ്ങൾ നൽകാൻ നമ്മളോടൊപ്പം ഉള്ളത്. ഇംതിയാസ്, ഷവ്വാൽ മാസപ്പിറവി കണ്ടിരിക്കുകയാണ്. ഇത്രയും നേരവും അതിനു വേണ്ടിയിട്ടായിരിക്കും ഒരുപക്ഷെ വിശ്വാസി സമൂഹം എല്ലാം തന്നെ കാത്തിരുന്നത്. ഇനി അതിന്റെ ചെറിയ പെരുന്നാൾ ഒരുക്കത്തിലേക്ക് കൂടി കടക്കേണ്ടതായിട്ടുണ്ട്. കോഴിക്കോട് വിവരങ്ങൾ, വിശേഷങ്ങളൊക്കെ എങ്ങനെയാണ്? ദൃശ്യമായതായിട്ടുള്ള പ്രഖ്യാപനം വന്നത് ഇവിടെ വെച്ച് കോർണിഷ് പള്ളിയിൽ വെച്ച് ഖലീൽ ബുഖാരി തങ്ങൾ അത് തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തു. പൊന്നാനിയിലും താനൂരിലും ഒക്കെ മാസപ്പിറവി കണ്ടു. സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ കണ്ടതായിട്ട് കാസിമാരെ അത് അറിയിക്കുകയും ചെയ്തു. കാസിമാർ ഔദ്യോഗികമായി കൂടിയാലോചിച്ചതിന് ശേഷമാണ് അങ്ങനെയൊരു നാളെ ചെറിയ പെരുന്നാളാണെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്തത്. ഇപ്പോൾ ഈ പെരുന്നാൾ പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ടുള്ള തക്ബീർ ചൊല്ലലടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കോർണിഷ് പള്ളിയിൽ തന്നെ നടക്കുന്നത്. അതിലേക്ക് ഈദ് വന്നല്ലോ, അല്ലാഹു അക്ബർ, അല്ലാഹ് അൽഹംദുലില്ലാഹ്, ജല്ല ആഘോഷ പുതുമയുള്ള ഈദ് വന്നല്ലോ, ഈദ് വന്നല്ലോ.
ബദറുൻ ജമീലായി ഉദിത്തുള്ള കമറേ ബഹുമാനനൂറായി വിരിഞ്ഞുള്ള ഷഹ്റേ ബദറുൻ ജമീലായി ഉദിത്തുള്ള കമറേ ബഹുമാനനൂറായി വിരിഞ്ഞുള്ള ഷഹ്റേ നിറയും ഹൃദന്തത്തിൽ ഫർഹിന്റെ കടലേ നിറയും ഹൃദന്തത്തിൽ ഫർഹിന്റെ കടലേ വ്രതമഴയിൽ നിന്നും നനഞ്ഞുള്ള വരവേ വ്രതമഴയിൽ നിന്നും നനഞ്ഞുള്ള വരവേ ശൗവാലിൻ രാഗം മൂളും സമാനെ മധുരിതമൃത പുകളോതി സദാ മഹിമതൻ തിരുതിക്കറിന്നലയാ തക്കുവയിലിരുകരം നീട്ടിയത ശൗവാൽ തിരുപ്പിറ കണ്ടുവതാ മധുരിത മൃദു പുകളോതി സദാ മഹിമതൻ തിരുതിക്കറിന്നലയാ തക്കുവയിലിരുകരം നീട്ടിയത ശൗവാൽ തിരുപ്പിറ കണ്ടുവതാ ആ തരത്തിൽ ഈദ് ഇന്ന് ചെറിയ പെരുന്നാളാണെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ തക്ബീർ ചൊല്ലൽ, അതുപോലെ തന്നെ ഈദുമായി ബന്ധപ്പെട്ട ഈദ് സന്ദേശം നൽകുന്ന ഈദുമായി ബന്ധപ്പെട്ട പാട്ടൊക്കെ ഗാനമൊക്കെ ആലപിച്ചുകൊണ്ടാണ് ചെറിയ പെരുന്നാളിനെ വരവേൽക്കുന്നത്. നമുക്കറിയാം, ചെറു പെരുന്നാളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് ഈദ് നമസ്കാരമാണ്. നാളെ എല്ലാ പള്ളികളിലും രാവിലെ ഒരു 7 മണി മുതൽ 9 മണി വരെയുള്ള സമയത്തിനിടയിൽ സംസ്ഥാനത്തെ എല്ലാ പള്ളികളിലും തന്നെ ഈദ് നമസ്കാരം നടക്കും. അതുപോലെ തന്നെ വലിയ മൈതാനങ്ങളിൽ ശരി.